നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മലപ്പുറം വണ്ടൂരിൽ നിന്നും ദുഃഖകരമായ ഒരു വാർത്ത വരുന്നു. കാറ് കഴുകുന്നതിനിടെ യുവാവ് ഷോക്കേറ്റ് മരിച്ചു. കുടുംബാംഗങ്ങളുമായി വിവാഹത്തിന് പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു. അതിനിടയിലാണ് പുലർച്ചെ കാറ് കഴുകിയത്. അതിനിടെയാണ് ഷോക്കേറ്റ് മരിച്ചത്. വാണിയമ്പലം സ്വദേശി മുരളി കൃഷ്ണനാണ് മരിച്ചത്. 36 വയസ്സായിരുന്നു. UC പെട്രോളിയം ഉടമ പരേതനായ UC മുകുന്ദന്റെ മകനാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ 5 മണിയോടെയാണ് സംഭവമുണ്ടായത്. കാറ് കഴുകാൻ ഉപയോഗിച്ച പവർ വാഷറിൽ നിന്ന് ഷോക്കേറ്റതായി എന്നാണ് നിഗമനം. കുടുംബാംഗങ്ങളെല്ലാം വീട്ടിലുണ്ടായിരുന്ന സമയത്താണ് ഇത്തരത്തിൽ ദാരുണാന്ത്യം വ്യക്തിക്ക് സംഭവിച്ചിരിക്കുന്നത്. കുടുംബാംഗങ്ങൾ ചെല്ലും നോക്കുമ്പോൾ കാറിന് സമീപം യുവാവ് വീണ് കിടക്കുന്നതാണ് ഇവർ കാണുന്നത്. എന്തായാലും അവർ ഓടിച്ചെന്ന് നോക്കിയപ്പോൾ ഇത്തരത്തിൽ കാര്യങ്ങൾ മനസ്സിലായി. തുടർന്ന് പോലീസിനെ അറിയിക്കുന്നു. പോലീസ് എത്തുന്നു. പോലീസ് ഇൻക്വസ്റ്റ് നടത്തി മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിക്കും. എന്തായാലും പവർ വാഷിൽ നിന്നും ഷോക്കേറ്റു എന്നാണ് നിലവിലെ നിഗമനം. അതിദാരുണമായ അപകടമാണ് സംഭവിച്ചിരിക്കുന്നത്. ഒരു ജീവൻ നഷ്ടമായിരിക്കുന്നു. ഒരു വിവാഹത്തിന് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. തീർച്ചയായിട്ടും രംഗബോധമില്ലാത്ത കോമാളിയാണ് മരണമെന്ന് പറയും. ഏത് നിമിഷം വേണമെങ്കിലും കയറി വരും. എവിടെയും ക്ഷണിക്കാതെ കയറി വരും. അത്തരത്തിൽ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും പവർ വാഷൊക്കെ അപകടകാരികളാണ് എന്നാണ് ഈ സംഭവത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സൂക്ഷിച്ച് വളരെ ജാഗ്രതയോടെ ഉപയോഗിക്കുക. മറ്റൊരു വാർത്തയിലേക്ക്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ 5ാം നിലയിൽ നിന്ന് താഴേക്ക് ചാടിയ യുവാവ് മരിച്ചു. എരുമേലി സ്വദേശി സുമേഷ് കുമാറാണ് മരിച്ചത്. 27 വയസ്സായിരുന്നു. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു 27-കാരൻ. ചികിത്സയിൽ ഇരിക്കുകയായിരുന്നു വൈകിട്ട് 4:30 സംഭവമുണ്ടായത്. കെട്ടിടത്തിന്റെ ജനലിലൂടെ യുവാവ് പുറത്തേക്ക് ചാടി. പാൻക്രിയാസ് സംബന്ധമായ അസുഖമായിരുന്നു യുവാവിനുണ്ടായിരുന്നത്. ഇതിന്റെ ചികിത്സയിലായിരുന്നു എന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം. എന്തായാലും മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലാണ്. ഗാന്ധിനഗർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. ഇനി മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകാം. കോഴിക്കോട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കോഴിക്കോട് നിന്ന് വന്ന വാർത്ത കേരളത്തെ ഒന്നടങ്കം നടുക്കിയിരിക്കുകയാണ്. വിജിൽ തിരോധാന കേസിലെ നിർണായക വഴിത്തിരിവുകളും അസ്ഥി കണ്ടെത്തിയ സംഭവമൊക്കെ ഒന്നുകൂടി നമുക്ക് വിശദമായി നോക്കാം. വിജിൽ തിരോധാന കേസിലെ 2ാം പ്രതി കുറ്റിക്കാട്ടൂർ വെള്ളിപ്പറമ്പ് സ്വദേശി ഗോശാലിക്കുന്നുമേൽ വീട്ടിൽ രഞ്ജിത്തിനെ പോലീസ് പിടികൂടി. 3 പേരാണ് പ്രതികൾ. 2 പേരെ നേരത്തെ പിടികൂടി. ഒരാളെ കൂടി പിടികൂടേണ്ടതായിട്ടുണ്ടായിരുന്നു. ഈ പ്രതിയെയും കൂടി ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുകയാണ്. സരോവരത്തെ ചതുപ്പിൽ നടത്തിയ തിരച്ചിലിൽ വിജിലിൻ്റേതെന്ന് കരുതുന്ന അസ്ഥികൾ, ഷൂ എന്നതടക്കം കഴിഞ്ഞ ദിവസം പോലീസ് കണ്ടെത്തിയിരുന്നു. അതിനിടെയാണ് കേസിൽ ഒളിവിലായിരുന്ന 2ാം പ്രതിയെ കൂടി പോലീസ് വലയിലാക്കിയത്. വിജിലിൻ്റേതെന്ന് കരുതുന്ന അസ്ഥികൾ പോലീസ് സരോവരത്തുള്ള ചതുപ്പിൽ നിന്നും കണ്ടെടുത്തു എന്നറിഞ്ഞ പ്രതി ആന്ധ്രയിലേക്ക് കടക്കുകയായിരുന്നു. സൈബർ സെല്ലുമായി സഹകരിച്ച് നടത്തിയ അന്വേഷണം ശാസ്ത്രീയ പരിശോധനയിൽ നിന്നും തെലങ്കാനയിലുള്ള കമ്മത്ത് വെച്ച് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പോലീസ് പിടികൂടുകയായിരുന്നു. അതിസാഹസികമായിട്ട് തന്നെയാണ് പ്രതിയെ പോലീസ് പിടികൂടിയത്. 2019 മാർച്ച് 24-നാണ് ആ സംഭവം ഉണ്ടായത്. വിജിലിനെ കണ്ടെത്താനുള്ള 2ാം ഘട്ട അന്വേഷണത്തിൽ വിജിലിന്റെ സുഹൃത്തുക്കളെ വീണ്ടും പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ഇവരുടെ ഈ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് അന്വേഷണ സംഘത്തിന് മനസ്സിലാകുന്നു. തുടർന്ന് പോലീസ് വിശദമായി ഇവരെ ചോദ്യം ചെയ്യുന്നു. ചോദ്യം ചെയ്യലാണ് പ്രതികൾ കുറ്റം സമ്മതിക്കുകയും വിജിലിന്റെ മൃതശരീരം സരോവര ചതുപ്പിൽ കുഴിച്ചു മൂടി എന്നതടക്കമുള്ള വെളിപ്പെടുത്തൽ നടത്തുകയും ചെയ്തത്. അമിതമായി ലഹരി മരുന്ന് ഉപയോഗിച്ചതിനാൽ വിജിൽ മരിച്ചെന്നും തുടർന്ന് സരോവരം വാഴത്തുരുത്തി ഭാഗത്ത് കുഴിച്ചു മൂടിയെന്നുമായിരുന്നു ഇവർ നടത്തിയ വെളിപ്പെടുത്തൽ. ഇതോടെയാണ് വിജിലിന്റെ സുഹൃത്തുക്കളായ വാഴത്തുരുത്തി കുളങ്കരക്കണ്ടി മീത്തൽ KK നിഖിൽ വേങ്ങേരി തടമ്പാട്ടുതരം ചെന്നിയാംപൊയിൽ ദീപേഷ് എന്നിവരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത്. ഇപ്പോൾ രഞ്ജിത്തും അറസ്റ്റിലായിരിക്കുകയാണ്. 6 മാസം മുൻപ് കോഴിക്കോട് കമ്മീഷണർ നാരായണൻ വിജിലിന്റെ തിരോധന കേസ് എലത്തൂർ ഇൻസ്പെക്ടർ KR രഞ്ജിത്തിനോട് അന്വേഷിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. മുൻപ് അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തിയ പ്രതികളുടെ മൊഴിയും പിന്നീട് പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥന് നൽകിയ മൊഴിയും തമ്മിലുള്ള വൈരുദ്ധ്യമായിരുന്നു പ്രതികളിലെ കുടുക്കിയത്. എലത്തൂർ SI VT ഹരീഷ് കുമാർ, SIമാരായ PK സുരേഷ്, C അജിത്, CPOമാരായ വൈശാഖ്, പ്രശാന്ത്, മധുസൂദനൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. വിജിലിന്റെ മൃതദേഹം ചതുപ്പിൽ താഴ്ത്തിയ പ്രതികൾ മാസങ്ങൾക്ക് ശേഷം സംഭവസ്ഥലത്തെത്തി അഴുകിയ ശരീരത്തിൽ നിന്ന് എല്ലുകൾ എടുത്തു. 8 മാസത്തിന് ശേഷം എത്തിയാണ് മൃതശരീരത്തിൽ നിന്ന് എല്ലെടുത്ത് കടലിൽ ഒഴുക്കിയതെന്ന് പ്രതികൾ മൊഴി നൽകി. 6 വർഷം മുൻപ് വിജിലിനെ കാണാതായെന്ന പരാതിയിൽ അന്വേഷണം നടത്തിയെങ്കിലും 3 മാസം മുൻപാണ് കേസിൽ വഴിത്തിരിവുണ്ടായത്. 3 പ്രതികളുടെ സുഹൃത്തുക്കളെ പോലീസ് കണ്ടെത്തി രഹസ്യമായി പ്രതികളുടെ നീക്കം
മാത്രമല്ല അന്ന് നടന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയായിരുന്നു. തുടർന്ന് സൂചന കിട്ടിയ സാഹചര്യത്തിൽ വീണ്ടും പ്രതികളെ പോലീസ് ചോദ്യം ചെയ്തു. ദീപേഷിൽ നിന്ന് കിട്ടിയ ഒരു സൂചനയാണ് കൊലപാതകത്തിന്റെ ചുരുളടിച്ചത്. ദീപേഷ് മനസ്സിൽ ഒളിപ്പിച്ച വിവരങ്ങൾ പോലീസ് ഒരു മെന്റലിസ്റ്റിനെ പോലെ വിശദീകരിച്ച് നൽകുകയായിരുന്നു. ഇതോടെ ദീപേഷിന് നിൽക്കാൻ കഴിഞ്ഞില്ല, ഒന്നും ഒളിക്കാൻ കഴിഞ്ഞില്ല. തുടർന്നുള്ള കഥ ദീപേഷ് തന്നെ പറയുകയായിരുന്നു. പിന്നീട് KK നിഖിലിനൊപ്പം ദീപേഷിനെയും ചോദ്യം ചെയ്തു. അമിത ലഹരി ഉപയോഗിച്ചതിന് പിന്നാലെ വിജിലിന്റെ ബോധം നഷ്ടപ്പെട്ടുവെന്നും ഇതിനുശേഷം ഉപേക്ഷിച്ചു പോകുകയായിരുന്നുവെന്നുമാണ് സുഹൃത്തുക്കൾ വെളിപ്പെടുത്തിയത്. എന്തായാലും വിജിലിനി തിരിച്ചെത്തില്ല എന്ന ആ വാർത്ത അച്ഛൻ വിജയന്റെയും അമ്മ വസന്തയുടെയും വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനാണ് ഒരു വിള്ളലേൽപ്പിച്ചിരിക്കുന്നത്. മകൻ തിരികെ വരുമെന്ന് കാത്തിരുന്ന ആ മാതാപിതാക്കൾക്ക് ഇടുത്തിയേറ്റതുപോലെയായിരുന്നു ഈ വാർത്ത. 2019 മാർച്ച് 24 രാവിലെ 11:30 പ്രഭാത ഭക്ഷണത്തിന് ശേഷമാണ് വിജിൽ സ്വന്തം ബൈക്കിൽ ഒന്നും പറയാതെ വീട്ടിൽ നിന്നിറങ്ങിയത്. ഉച്ചയ്ക്ക് ഊണിനെത്താമെന്ന് കരുതി ആ അമ്മ ഭക്ഷണം വിളമ്പി കാത്തിരുന്നു. പക്ഷേ മകൻ എത്തിയില്ല. രാത്രിയായിട്ടും കാണാതായതോടെ സുഹൃത്തുക്കളെ വിളിച്ച് അന്വേഷിച്ചു. അവർക്കും അറിയില്ല. പിറ്റേന്ന് എലത്തൂർ പോലീസിൽ പരാതി നൽകി. അന്ന് ഒപ്പമുണ്ടായിരുന്ന ഇപ്പോൾ പ്രതികളായ 3 സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തിയിരുന്നു. വിജിൽ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു അമ്മയും അച്ഛനും സഹോദരനും. നിരന്തരം എലത്തൂർ പോലീസ് സ്റ്റേഷനിലെത്തി മകനെക്കുറിച്ച് വിവരമുണ്ടോ എന്ന് വിജയൻ അന്വേഷിച്ചിരുന്നു. തിങ്കൾ ഉച്ചയോടെ അച്ഛൻ വിജയനും എലത്തൂർ പോലീസ് സ്റ്റേഷനിലെത്തിയിരുന്നു. പ്രതികളെ പിടികൂടിയതോടെ വിവരങ്ങൾ ചോദിച്ചറിയാൻ പോലീസ് വിളിച്ചു വരുത്തിയതായിരുന്നുവെങ്കിലും വിജിലിനെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയായിരുന്നു വിജയന്. എന്നും ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളാണ് കൊലപാതകത്തിന് പിറകിലെന്നറിഞ്ഞപ്പോൾ അത് കുടുംബാംഗങ്ങൾക്കാകെ ഞെട്ടലുണ്ടാക്കി. 2 ദിവസം കഴിഞ്ഞ് തിരിച്ചെത്തി നോക്കുമ്പോഴാണ് വിജിലിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് കുഴിച്ചിടുകയായിരുന്നുവെന്നും ഇവർ മൊഴി നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിജിലിന്റെ സുഹൃത്തുക്കളായ എരഞ്ഞിപ്പാലം സ്വദേശി നിഖിൽ, പൂവാട്ടുപറമ്പ് സ്വദേശി ദീപേഷ് എന്നിവരെയാണ് പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തത്. എന്തായാലും അസ്ഥി കണ്ടെത്തി, അതുപോലെ തന്നെ മറ്റ് ഭാഗങ്ങളൊക്കെ, അതായത് അസ്ഥി കഷ്ണമൊക്കെ കണ്ടെത്തിയിരുന്നു. ഏറ്റവും നിർണായക ഷൂ ചതുപ്പിൽ നിന്ന് കണ്ടെത്തിയതാണ്. ഷൂ ഫോറൻസിക് വിഭാഗത്തിന് കൈമാറിയിട്ടുണ്ട്. മൃതദേഹ അവശിഷ്ടങ്ങൾക്കായി വ്യാഴവും സരോവരത്തെ ചതുപ്പിൽ തിരച്ചിൽ നടത്തിയിരുന്നു. 2 ഹിറ്റാച്ചി ഉപയോഗിച്ചാണ് 10 മീറ്റർ നീളവും 3.5 മീറ്റർ ആഴവുമുള്ള ചതുപ്പിൽ നിന്ന് ചെളി കോരിയെടുത്തത്. കരയിലേക്ക് മാറ്റിയിടുന്ന ചെളിയിൽ മൃതദേഹാവശിഷ്ടങ്ങൾ ഉണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. കടാവർ നായകളെ ഉപയോഗിച്ചും തിരച്ചിൽ നടത്തിയിരുന്നു. എന്നാൽ ഒന്നും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. തിരച്ചിലിനിടെ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ വുഡ്ലാൻഡ് കമ്പനിയുടെ ഷൂ ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചു. എത്ര വർഷം പഴക്കമുള്ള ഷൂ ആണെന്നതും വെള്ളത്തിൽ എത്ര വർഷത്തോളം കിടന്നിട്ടുണ്ടെന്നും ഉപയോഗിക്കുന്ന ആളുടെ കാലിന്റെ അളവുമെല്ലാം ഫോറൻസിക് പരിശോധനയിലൂടെ കണ്ടെത്താനാകും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.